ഞാനൊക്കെ ചെറുപ്പത്തിലെ സ്കൂളിൽ പോണ സമയത്ത് എനിക്കാണെങ്കിൽ ആപ്പാടെ കൂടി നിക്കറുണ്ടാവുള്ളൂ. അതിന്റെ പുറകിലാണെങ്കിൽ കുറെ ഓട്ടയും. അല്ലേ ചോദിച്ചേട്ടാ, ഇവിടെ ഇത്രയും നല്ല ആൾക്കാരുണ്ടായിട്ടാണോ എന്നെ ഇതിനു മുമ്പ് ഇവർ കൊണ്ടുവരാണ്ടിരുന്നേ? നിങ്ങൾ ഞാനുണ്ടല്ലോ. ഇത് പറയുന്ന വോയിസ് ആണ്. അപ്പൊ ഈ ചോട്ടാ മുംബൈ എന്റെ ചിത്രത്തിൽ അദ്ദേഹം ഒരു വില്ലൻ കഥാപാത്രമാണ് ചെയ്തത്. നടേശ്, നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മീശത്രല്ല ഞാൻ തന്നെയാണ്. പേര് നടേശ്. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവോത്രന്മാരുടെ നമ്മുടെ ഈ നാട്ടില് അവർക്കെതിരെ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? CI മോഹൻദാസിന്റെ വെക്കട്ടേറാൻ വന്നോണ്ടാ ഞാൻ അവനെ കൊന്നേ. ഇനി അതിനെതിരെ താൻ നീ കോടതി പോയി സാക്ഷി പറയാൻ നിൽക്കണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ആദ്യം ഞാൻ കൊല്ലും തന്നെ ആയിരിക്കും. നിന്റെ മരണം കണ്ട് മനസ്സൊന്ന് പഠിച്ചിക്കുമ്പോ ഇത് മകനെ ഞാൻ കൊല്ലും. ഇത് രണ്ടു കുപ്പി കണ്ണിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ ഗുണ്ടെന്ന് പറയുന്ന പണിയല്ല. നടേശ് കൊല്ലും പറഞ്ഞാൽ കൊന്നിരിക്കും. കൂട്ടുകാരനോ എന്നാലാണ് ഞാൻ അടിക്കാൻ പറഞ്ഞ അടിക്കണം, കൊള്ളാൻ പറഞ്ഞാൽ കൊള്ളണം. അപ്പുറം കൂട്ടെടുത്ത് തൂരിട്ട് തോന്നൊക്കെ. പാതയം എന്ന സിനിമയിൽ നമ്മുടെ പഴയ വോയിസ്. നിങ്ങൾ എന്റെ സൗഭാഗ്യങ്ങൾ മനോഹരമായി തട്ടിയെടുക്കുക. ആദ്യം എന്റെ ഭാര്യ, ഇപ്പൊ എന്റെ മകള് പറക്കമറ്റത്തൊരു കൈപ്പഞ്ഞിനെയും അമ്മയെയും കൽക്കട്ട നഗരത്തിൽ ഒരു ഒഴിഞ്ഞ തകരപ്പാട്ടം പോലെ വലിച്ചെറിഞ്ഞിട്ട് 15 വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുക. അച്ഛനാണെന്നും പറഞ്ഞ് മനുഷ്യനാണ്. അപ്പോ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു അല്ലേ? എനിക്ക് മാത്രം ഒന്നും അറിയില്ല. ഞാൻ വെറും ഒരു പൊട്ടൻ. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ പൊട്ടൻ കളിക്കുകയായിരുന്നു അല്ലേ? ജോണേ, നിനക്കെങ്കിലും നീ സത്യം എന്നോട് നേരത്തെ പറയാമായിരുന്നില്ലേ? നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നില്ലടാ. താങ്ക് യു. നമ്മുടെ പണ്ടത്തെ ചുമന്നലുവ അക്ഷരത്തിൽ നല്ല മൈദ മാവും ഷുഗറും ചേർത്ത് കൊണ്ടാൽ പോയി